എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. T20 ലോകകപ്പിന്റെ ആവേശം കൊടുമുടിയിൽ നിൽക്കെ ക്രിക്കറ്റ് ലോകത്തെ ഒന്നടങ്കം സ്തംഭിപ്പിച്ചുകൊണ്ട് BCCI ഇതാ പുതിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ന്യൂസിലൻഡിനെതിരായ വരാനിരിക്കുന്ന നിർണായകമായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ BCCI ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി പുറത്തുവിട്ട ഈ 15-അംഗ ടീമിൽ നടന്നിരിക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്ത വമ്പൻ അഴിച്ചുപണികളാണ്. എന്താണ് ആ ഞെട്ടിക്കുന്ന മാറ്റങ്ങളെന്നറിയുന്നതിനു മുൻപ് നിങ്ങളോടൊരു ചോദ്യം. സൂര്യകുമാർ യാദവാണോ അതോ ഹാർദിക് പാണ്ഡ്യയാണോ ഇന്ത്യയുടെ മികച്ച ക്യാപ്റ്റൻ? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യുക. ഒപ്പം നിങ്ങളൊരു കടുത്ത ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകനാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. T20 ലോകകപ്പ് 2026 ഇനി വെറും 45 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലോക ക്രിക്കറ്റിലെ വമ്പന്മാരുടെ നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ടാണ് ടീം ഇന്ത്യ തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ ഒരുങ്ങുന്നത്. ന്യൂസിലൻഡിനെതിരായ 5 മത്സരങ്ങളടങ്ങിയ ഈ പരമ്പര ലോകകപ്പിന് മുൻപുള്ള അഗ്നിപരീക്ഷയാണ്. എന്നാൽ ആരാധകരെ അമ്പരപ്പിച്ചത് ടീമിലെ ചില പ്രമുഖരുടെ പുറത്താകലാണ്. വെടിക്കെട്ട ഓപ്പണർ ശുഭ്മാൻ ഗില്ലിനെയും വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയെയും ടീമിൽ നിന്നും വെട്ടിനിർത്തിയിരിക്കുന്നു. അതിലുപരി പേസ് മാന്ത്രികൻ മുഹമ്മദ് ഷമിയെ വീണ്ടും തഴഞ്ഞത് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ ഭൂകമ്പമുണ്ടായത് സൂര്യകുമാർ യാദവിനെ വീണ്ടും ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചപ്പോഴാണ്. സൂര്യയുടെ ബാറ്റിംഗ് ഫോമിൽ ചിലർ സംശയം പ്രകടിപ്പിച്ചപ്പോഴും സെലക്ടർമാർക്ക് ഒരു ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. ഈ ടീം നിർമ്മിച്ചിരിക്കുന്നത് വെറും ഫോം നോക്കിയല്ല, മറിച്ച് തന്ത്രപരമായ കാഴ്ചപ്പാടിലൂടെയും ഡ്രസ്സിംഗ് റൂമിലെ കെട്ടുറപ്പിലൂടെയുമാണ്. ഈ തീരുമാനത്തിന് പിന്നിൽ സാക്ഷാൽ MS ധോണിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ടെന്നാണ് സൂചനകൾ. ഇന്ത്യൻ സെലക്ഷനിൽ നിർണായക സ്വാധീനമുള്ള ധോണി വിശ്വസിക്കുന്നത് T20 എന്നത് വെറും റൺസ് വേട്ട മാത്രമല്ല, മറിച്ച് ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുന്ന നായകന്റെ ബുദ്ധിശക്തിയുടെ കളിയാണെന്നാണ്. സൂര്യയുടെ ക്യാപ്റ്റൻസിയിൽ ടീമിനുള്ള വിശ്വാസവും അദ്ദേഹത്തിന്റെ ആക്രമണാത്മക ശൈലിയും ലോകകപ്പിൽ ഇന്ത്യയുടെ കുതിപ്പിന് അനിവാര്യമാണെന്ന് ധോണിയും അഗാർക്കറും ഉറച്ചു വിശ്വസിക്കുന്നു. ടീമിലെ മറ്റു വിസ്മയങ്ങൾ നോക്കുകയാണെങ്കിൽ യുവരക്തമായ അഭിഷേക് ശർമ്മയെ ടീമിൽ നിലനിർത്തിയത് ഇന്ത്യയുടെ പുതിയ അറ്റാക്കിംഗ് മൈൻഡ്സെറ്റ് വ്യക്തമാക്കുന്നു. പവർ പ്ലേയിൽ എതിരാളികളെ തച്ചുടയ്ക്കാൻ അഭിഷേകിനൊപ്പം സഞ്ജു സാംസണോ ഇഷാൻ കിഷനോ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. മധ്യനിരയിൽ തിലക് വർമ്മയുടെ സാന്നിധ്യം ടീമിന് ഒരു കോട്ട പോലെയുള്ള കരുത്ത് നൽകുന്നു. ഓൾറൗണ്ടർമാരുടെ നിരയിൽ ഹാർദിക് പാണ്ഡ്യ എന്ന എക്സ് ഫാക്ടർ തിരിച്ചെത്തുമ്പോൾ സ്പിൻ ആക്രമണത്തിൽ എതിരാളികളെ വട്ടം കറക്കാൻ കുൽദീപ് യാദവും മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തിയും തയ്യാറായി കഴിഞ്ഞു. ഡെത്ത് ഓവറുകളിൽ യോർക്കറുകൾ കൊണ്ട് വിസ്മയം തീർക്കാൻ ജസ്പ്രീത് ബുംറയും അർഷ്ദീപ് സിംഗും ചേരുന്നതോടെ ഇന്ത്യൻ ബൌളിംഗ് നിര ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ ഒന്നായി മാറുന്നു. ഇതൊരു വെറും ടീമല്ല, മറിച്ച് ലോക കിരീടം ലക്ഷ്യമുള്ള ധോണിയുടെയും അഗാർക്കറുടെയും മാസ്റ്റർ പ്ലാനാണ്. ക്ലാസും നേതൃത്വ പാഠവും ഒരിക്കലും നശിക്കില്ലെന്ന സന്ദേശമാണ് BCCI ഇതിലൂടെ നൽകുന്നത്. എന്തായാലും ന്യൂസിലൻഡിനെതിരെ ഈ യുവപട തകർത്താടുമോ, അതുപോലെ സൂര്യകുമാർ യാദവ് ഇന്ത്യയെ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിക്കുമോ? നിങ്ങളുടെ ആവേശം കമന്റുകളിലൂടെ ഞങ്ങളെ അറിയിക്കൂ. അപ്പോൾ ഇതുപോലത്തെ ചൂടുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.